ഹലോ ഗൈസ്, ഇന്ന് ഒരു ഓൾട്രേഷൻ വീഡിയോ ആണ്. ഇവിടെ തൊടുപുഴയിലെ ഒരു ഷോപ്പിൽ നിന്ന് എടുത്ത ഒരു കോഡ് സെറ്റായിരുന്നു ഇത്. ഒരു ലൈറ്റ് ബ്ലൂവിൽ വരുന്ന ഷെയ്ഡാണ്. പക്ഷേ ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് വരുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷോൾഡർ ഒരുപാട് വലുതായിരുന്നു. ചെസ്റ്റ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ ഹിപ്പ് സൈസൊക്കെ വളരെ കൂടുതലായിരുന്നു ഇട്ട് നോക്കി കഴിഞ്ഞപ്പോൾ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ മീഡിയം സൈസ് മതിയായിരുന്നു. എല്ലാമാണ് എടുത്തത്, പക്ഷേ മീഡിയം ഉണ്ടായിരുന്നില്ല. എനിക്ക് കളർ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാനത് എടുത്തത്. കോളർ പ്ലസ് വീനക്ക് ഫ്രണ്ടായിട്ട് വരുന്ന ഒരു ഡിസൈനായിരുന്നു. 2 പീസാണ്, ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് വരിക. നോർമൽ ഹിപ്പ് സൈസിൽ നിന്നും 2.5 ഇഞ്ചോളം വൺ സൈഡ് തന്നെ വ്യത്യാസം വരുന്നുണ്ടായിരുന്നു. നമ്മളത് സാധാരണ പോലെ ഷേപ്പ് ചെയ്തിട്ടെങ്കിൽ കൂടി അതിൻ്റെ സൈഡ് ഇങ്ങനെ ബോട്ട് ഷേപ്പിൽ നിൽക്കും, പുറത്തേക്ക് ഇങ്ങനെ തള്ളിയിട്ട്. കടയിലൊക്കെ ഓൾട്രേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് 150 രൂപയൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ കണ്ണു തള്ളും, ഇതെന്തിനാണ് ഓൾട്രേഷന് 150 രൂപ എന്ന്. പക്ഷെ സത്യം പറയട്ടെ, ഇതൊക്കെ അഴിച്ച് വെട്ടി തയ്ച്ചപ്പോൾ എനിക്കും തോന്നി ഒരു പുതിയ മെറ്റീരിയൽ എടുത്തിട്ട് അങ്ങ് തയ്ച്ചാൽ മതിയായിരുന്നു എന്ന്. വൺ സൈഡ് തന്നെ 3/4 ഇഞ്ചോളം ഷോൾഡറെല്ലാം എക്സ്ട്രാ ഉണ്ടായിരുന്നു. അതെല്ലാം കട്ട് ചെയ്ത് മാറ്റി ആം ഹോളൊക്കെ കറക്റ്റാക്കി ഫ്രണ്ട് ആം ഹോളും എല്ലാം കട്ട് ചെയ്ത് ചെസ്റ്റ് ഷേപ്പ് ഹിപ്പ് എല്ലാം കറക്റ്റ് ലെവലാക്കി മെഷർ ചെയ്ത് അത് കട്ട് ചെയ്ത് മാറ്റിയേ. അതിൻ്റെ ഷോൾഡറൊക്കെ ഒരുപാട് പൊങ്ങിയായിരുന്നു നിന്നിരുന്നത്. ഇങ്ങനെ നമ്മുടെ മോൾഭാഗം ഇങ്ങനെ തള്ളി പുറത്തേക്ക് നിൽക്കും. അപ്പോൾ അതിനൊരു 1/2 ഇഞ്ചോളം ഷോൾഡർ സ്ലോപ്പ് കൊടുത്തു. അതിന് ശേഷം സ്ലീവ്സ് അറ്റാച്ച് ചെയ്തു. സ്ലീവ്സെല്ലാം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിന് എന്ത് ഡിസൈൻ കൊടുക്കുമെന്ന് ആലോചിച്ചത്. കാരണം സാധാരണ ഒരു പടി വെച്ചിട്ട് നോർമൽ സ്ലീവ് കൊടുക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ ഓർത്തു ഒരു വെറൈറ്റിക്ക് ഇലാസ്റ്റിക് വെച്ചിട്ടൊരു സ്ലീവ് കൊടുക്കാമെന്ന്. എത്ര കോളർ നെക്കിൻ്റെ കൂടെ എത്രമാത്രം അത് ജോയിൻ്റായി പോകും എന്നറിയില്ലായിരുന്നു. എന്നാലും ചുമ്മാ ഒന്ന് ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇലാസ്റ്റിക് വെച്ച് സ്ലീവ്സ് തയ്ച്ചെടുത്തു. അത് കഴിഞ്ഞ് സ്ലിറ്റെല്ലാം ജോയിൻ ചെയ്ത് സൈഡ് ഷേപ്പെല്ലാം കറക്റ്റ് ചെയ്തിട്ട് ഫൈനലി എൻ്റെ കറക്റ്റ് അളവിന് കുർത്തി ഓൾട്ടർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞപ്പോൾ കോഡ് സെറ്റ് എങ്ങനെയുണ്ടെന്നൊന്ന് കണ്ടാലോ. ഇതാണ് കേട്ടോ ഫൈനൽ റിസൾട്ട്. കോളർ നെക്കിൻ്റെ കൂടെ ബെൽ സ്ലീവ്സ് അത്ര മാച്ചാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയൂ ഗൈസ്, എങ്ങനെയുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.